കിഫ്ബി ടോളിൽ മുഖ്യമന്ത്രിയുടെ സ്ഥിരീകരണം വരുന്നു. വരുമാനമുണ്ടാക്കുന്ന കമ്പനിയാക്കി മാറ്റണം. വരുമാനം കിട്ടിയാൽ കേന്ദ്രവാദങ്ങളെ മറികടക്കാമെന്ന് മുഖ്യമന്ത്രി. യൂസർ ഫീ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി വായ്പ തിരിച്ചടക്കാം. ബാധ്യത ക്രമാനുഗതമായി ഒഴിവാക്കാൻ ഇതോടെ കഴിയുമെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത്. കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയും. കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും. കിഫ്ബിക്ക് ഗ്രാന്റ് ഇനത്തിൽ ഇതുവരെ നൽകിയ 20,000 കോടിക്ക് പുറമെ ചെലവഴിച്ച 13,100 കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ്. അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഓർക്കേണ്ടതുമുണ്ട്. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാർ എന്നുള്ള ഗ്രാന്റ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. പ്രശാന്ത് കൃഷ്ണ നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമാക്കി മാറ്റുക എന്നുള്ളത്. നേരത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി സമാനമായി കടമെടുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യങ്ങൾക്ക് അതിന് ടോളടക്കമുള്ള വരുമാനമുണ്ട് എന്ന് കേന്ദ്രം പറയുകയും ചെയ്തു. അതിൻ്റെ മറുപടി സാമ്പത്തികമായി തന്നെ കണ്ടെത്തുക എന്നുള്ള നീക്കമാണ് സർക്കാരിൻ്റേത്. പ്രതിപക്ഷം ഈ വിശദീകരണത്തെ എങ്ങനെയാണ് നേരിട്ടത്? മറ്റ് വിവരങ്ങൾ. കിഫ്ബി ഒരു വരുമാന മാതൃകയാക്കി മാറ്റുമെന്ന് ബജറ്റിൽ ധനമന്ത്രിയെല്ലാം പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ കിഫ്ബി റോഡുകൾക്ക് ഭാവിയിൽ ടോൾ വരും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. അത് ടോൾ എന്ന വാക്കല്ല മുഖ്യമന്ത്രി ഉപയോഗിച്ചത്, യൂസർ ഫീ എന്നതാണ്. അതായത് ഉപയോഗിക്കുന്നതിന് ഫീസ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. എന്തായാലും ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് കിഫ്ബി ഒരു വരുമാന മാതൃകയാക്കി മാറ്റുമ്പോൾ കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ കടമെടുപ്പിനെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയും വെട്ടിക്കുറവ് വരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് നേരിടാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഇതിന് പുറമെ സുപ്രീം കോടതിയിലെ കേസിലെല്ലാം തന്നെ കിഫ്ബി ഒരു വരുമാന മാതൃകയാണെന്ന് കാണിക്കേണ്ടതുണ്ട്, സ്ഥാപിക്കേണ്ടതുണ്ട്. NHA ഏത് രീതിയിലാണോ ഒരു വരുമാന മാതൃകയായി കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്, ബാധിക്കുന്നത്, അതുപോലെ തന്നെ കിഫ്ബിയും അവരുടെ പദ്ധതികളിലൂടെ വരുമാനം കണ്ടെത്തുന്നുണ്ട് എന്നത് സ്ഥാപിക്കുക എന്നതുകൂടിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏതായാലും കിഫ്ബിയെ സ്വന്തം നിലയിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം യൂസർ ഫീ എന്ന തീരുമാനത്തിലേക്ക് പോകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ഇതിലൂടെ ഭാവിയിൽ കിഫ്ബിക്ക് ഇപ്പോൾ നൽകുന്ന ഗ്രാന്റിൽ കാലക്രമേണ കുറവ് വരുത്താൻ സാധിക്കും, ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതായത് കിഫ്ബിയെ ഒരു സ്വതന്ത്ര വരുമാനമുള്ള കോർപ്പറേറ്റ് ബോഡിയാക്കി മാറ്റാനുള്ള ദൗത്യമാണ് സർക്കാർ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതോടെ തന്നെ ഭാവിയിൽ കിഫ്ബിയുടെ പല പ്രോജക്റ്റുകൾക്കും യൂസർ ഫീ, അത് റോഡുകളുടെ കാര്യത്തിലാകുമ്പോൾ ടോൾ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇപ്പോൾ പഠനമാണ് നടക്കുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലാണ് പഠനം നടക്കുന്നത്. ആ പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് 50 കോടി രൂപയ്ക്ക് മുകളിൽ മുതൽ മുടക്കുള്ള കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയാണ്. ഇതിൻ്റെ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ നിയമസഭയിൽ വരേണ്ടതുണ്ട്. എന്നാൽ കാരണം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനെല്ലാം തന്നെ നിയമനിർമ്മാണം ആവശ്യമാണ്. അത്തരം ഘട്ടങ്ങളിലേക്കെല്ലാം തന്നെ സമീപഭാവിയിൽ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.